ചരിത്രത്തിലെ പല സംഭവങ്ങളും വളരെ ഒച്ചപ്പാടോടുകൂടി വരാറുള്ളതാണെന്ന് നമ്മൾ കരുതും. പക്ഷേ 2026 ജനുവരി 3 രാവിലെ 2:10 വെനസ്വേലയുടെ വിധി മാറ്റി എഴുതിയ ആ ഒരു ഭയാനകരമായിട്ടുള്ള നിമിഷം അങ്ങനെ അല്ല. കാരാക്കാസിലെ മിറാഫ്ലോർസ് കൊട്ടാരത്തിന് മുകളിലൂടെ അമേരിക്കൻ വിമാനങ്ങൾ യഥേഷ്ടം പറന്നിറങ്ങുകയും അമേരിക്കൻ സൈന്യത്തിൻ്റെ സൈബർ വാർഫെയർ ഡിവിഷൻ നടത്തിയ ഒരു സീറോ ഡേ എക്സ്പ്ലോയിറ്റ് ആക്രമണത്തിലൂടെ വെനസ്വേലയുടെ കംപ്ലീറ്റ് ഡിഫൻസ് സിസ്റ്റത്തെയും ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ടാണ് അന്ന് ആ സംഭവം ഉണ്ടായത്. റഷ്യയിൽ നിന്ന് കോടികൾ മുടക്കി വാങ്ങിയ S-300 എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയും ചൈനീസ് നിർമ്മിത റഡാറുകളെയും എല്ലാം തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് യുദ്ധത്തിൽ തോക്കുകൾ പൊട്ടുന്നതിന് തൊട്ടു മുൻപ് കോഡുകളെ തകർത്താണ് അമേരിക്ക വെനസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുന്നത്, ക്യാപ്ചർ ചെയ്യുന്നത്. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അമേരിക്ക ഇടിച്ചു കയറിയത്. പ്യൂർട്ടോ റിക്കോയുടെ ബേസിൽ നിന്നും പറന്നുയർന്ന F-35 ലൈറ്റനിങ് 2 വിമാനങ്ങളും വെനസ്വേലൻ റഡാറുകൾക്ക് പിടികൊടുക്കാതെ തലസ്ഥാനത്തിന് മുകളിൽ എത്തിയിരുന്നു എന്ന് പറയുന്നു. കരീബിയൻ കടലിൽ USS ഇവോജിമ എന്ന ഭീമൻ കപ്പലിൽ നിന്നും ഓസ്പ്രേ വിമാനങ്ങൾ പറന്നിരുന്നു. ഇതൊരു യുദ്ധമല്ല, ഇതൊരു സർജിക്കൽ എക്സ്ട്രാക്ഷൻ ആയിരുന്നു. നേരെ വെളുത്തപ്പോഴേക്കും ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വിവാദ നായകൻ നിക്കോളാസ് മഡൂറോ ഒരു കൂറ്റൻ അമേരിക്കൻ അസോൾട്ട് ഷിപ്പിൻ്റെ ഡെക്കിൽ കൈവിലങ്ങും മിനറൽ വാട്ടറുമായിട്ടിരിക്കുകയായിരുന്നു. ഈ ഓപ്പറേഷൻ ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതൊന്നുമല്ല. ഇതിൻ്റെ വിത്തുകൾ പാകിയത് മാസങ്ങൾക്ക് മുമ്പാണ്. 2025 കരീബിയൻ കടലിൽ നടന്നത് അസാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. 1989 പനാമയെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറെടുത്തതിന് ശേഷം വെസ്റ്റേൺ ഹെമിസ്ഫിയർ കണ്ട ഏറ്റവും വലിയ ആർമി വിന്യാസം. വെനസ്വേലയുടെ അതിർത്തിക്ക് തൊട്ടപ്പുറത്ത് അന്താരാഷ്ട്ര സമുദ്രത്തിൽ അമേരിക്ക പാർക്ക് ചെയ്തിരുന്നത് സാധാരണ കപ്പലുകളല്ല. ആർലി ബർക്ക് ക്ലാസ് ഡിസ്ട്രോയറുകൾ, ട്രൈക്കോണ്ടറോഗ ക്ലാസ് ക്രൂയിസർ, പിന്നെ ന്യൂക്ലിയർ പവറുള്ള അറ്റാക്ക് സബ്മറൈനുകൾ, ഇവയെല്ലാം കൂടി 100 കണക്കിന് ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ലോഡ് ചെയ്ത് അവിടെ നിന്നു. ഇതുകൂടാതെയായിരുന്നു USS ഇവോജിമ എന്ന ഭീമൻ കപ്പലിൻ്റെ വരവ്. സോ ഇതൊരു മിനി എയർക്രാഫ്റ്റ് കാരിയറാണ്. ഇതിൻ്റെ ഉള്ളിൽ ഹാരിയൽ അറ്റാക്ക് വിമാനങ്ങളും ഓസ്പ്രേ ഹെലികോപ്റ്ററുകളും 2500-ലധികം മറൈൻ കമാൻഡോകളും സജ്ജമാണ്. പ്യൂർട്ടോറിക്കയിൽ F-35 ഫൈറ്റർ ജെറ്റുകൾ പലത് റെഡിയായിട്ട് നിൽക്കുന്നുമുണ്ട്. ട്രംപ് ഭരണകൂടം ആദ്യ സമയത്ത് പറഞ്ഞത് ഇതൊരു മയക്കുമരുന്ന് വേട്ടയാണെന്നാണ്. പക്ഷേ സാധാരണ സ്പീഡ് ബോട്ടുകളിൽ വരുന്ന ലഹരിക്കടത്തുകാരെ പിടിക്കാൻ ന്യൂക്ലിയർ സബ്മറൈനും ടോമഹാക്ക് മിസൈലും ഒക്കെ വേണോ? ഇല്ല. സോ ഇതൊരു വാണിംഗ് ആയിരുന്നു. നിക്കോളാസ് മഡൂറോയുടെ തലയ്ക്ക് അമേരിക്ക അന്ന് പ്രഖ്യാപിച്ചത് ഏകദേശം 125 കോടി രൂപയുടെ ഇനാമാണ്. പക്ഷേ ആ ജനുവരി രാത്രിയിലെ വിജയം ആകാശത്ത് നിന്ന് മാത്രം വന്നതല്ല എന്ന് കാണാം. അതിനു പിന്നിൽ മാസങ്ങളോളം നീണ്ട അതീവ രഹസ്യമായൊരു ഗ്രൗണ്ട് വർക്കുണ്ടായിരുന്നു. ഈ ഓപ്പറേഷന് നേതൃത്വം നൽകിയത് അമേരിക്കയുടെ ഏറ്റവും എലൈറ്റായ യൂണിറ്റാണ്, ഡെൽറ്റ ഫോഴ്സ്. ഈ ദൗത്യം അവർക്ക് പെട്ടെന്ന് കിട്ടിയ ഉത്തരവല്ല. റിപ്പോർട്ടുകൾ പ്രകാരം നോക്കിയാൽ അമേരിക്കയിലെ നോർത്ത് കരോലീനയിലോ അല്ലെങ്കിൽ ഫ്ലോറിഡയിലോ ഉള്ളൊരു രഹസ്യ കേന്ദ്രത്തിൽ വെനസ്വേലൻ പ്രസിഡന്റിൻ്റെ വസതിയായ മിറാഫ്ലോർസ് കൊട്ടാരത്തിൻ്റെ ഒരു തനിപ്പകർപ്പ്, ഒരു ഫുൾ സ്കെയിൽ റെപ്ലിക്ക തന്നെ അവരുണ്ടാക്കി കഴിഞ്ഞ കുറേ മാസങ്ങളായി കൃത്യമായ ഇടവേളകളിൽ അവർ അവിടെ റെയ്ഡ് നടത്തി പരിശീലിക്കുന്നുണ്ടായിരുന്നു. കൊട്ടാരത്തിൻ്റെ ഓരോ ഇടനാഴിയും ഓരോ പടവുകളും മഡൂറോയുടെ കിടപ്പുമുറിയിലേക്കുള്ള ദൂരവും അടിയന്തര സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ട തുരങ്കങ്ങളും എല്ലാം അവർക്ക് സ്വന്തം വീട് പോലെ മനപ്പാടമാക്കി. കറണ്ട് പോകുന്ന ആ നിമിഷം മുതൽ എത്ര സെക്കൻഡിനുള്ളിൽ മഡൂറോയെ സുരക്ഷിതമായി പുറത്തെത്തിക്കാം എന്നവർ 100 ആവർത്തി റിഹേഴ്സൽ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഓപ്പറേഷൻ നടന്നപ്പോൾ അവർക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. കാര്യങ്ങൾ അവരുടെ മസിൽ മെമ്മറിയുടെ ഭാഗമായി മാറിയിരുന്നു. സോ അതൊരു യുദ്ധമല്ല, മാസങ്ങളെ പരിശീലിച്ചൊരു തിരക്കഥ പിഴവുകളില്ലാതെ ആരെങ്കിലും അവതരിപ്പിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, വെനസ്വേല എങ്ങനെയാണ് അമേരിക്കയുടെ കണ്ണിലെ കരടായി മാറിയത്? ഉത്തരം ഒറ്റ വാക്കിലുണ്ട്. അതെ, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആ വാക്കാണ് വെനസ്വേലയുടെ എണ്ണ അല്ലെങ്കിൽ ഓയിൽ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെട്രോളിയം നിക്ഷേപം, അതായത് പ്രൂവൺ ഓയിൽ റിസർവുകളുള്ള രാജ്യം സൗദി അറേബ്യയോ ഇറാനോ ഒന്നുമല്ല, അത് വെനസ്വേലയാണ്. ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം. 300 ബില്യൺ ബാരലിലധികം ഓയിലാണ് അവിടെയുള്ളത്. നിങ്ങൾ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ കാണാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ റിസർവുള്ള കൺട്രീസിൻ്റെ ഒരു ലിസ്റ്റാണ്. 1ാമത് വെനസ്വേല, 2ാമത് സൗദി. പക്ഷേ പ്രൊഡക്ഷൻ നോക്കിയേ, വെനസ്വേലയിലാണ് ഏറ്റവും കുറച്ച് ഈ ലിസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ 1970-കളിൽ വെനസ്വേലൻ സൗദി എന്നാണ് അവർ അവരെ തന്നെ വിളിച്ചിരുന്നത്. കോൺകോർഡ് വിമാനങ്ങൾ കാരക്കാസിൽ വന്നിറങ്ങിയിരുന്നൊരു കാലമുണ്ട്. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും അധികം സാമ്പത്തിക ശേഷിയുള്ളൊരു രാജ്യമായിരുന്നു വെനസ്വേല. പക്ഷേ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു പ്രതിഭാസമുണ്ട്. അതാണ് റിസോഴ്സ് കർസ് അഥവാ വിഭവങ്ങളുടെ ശാപം. എണ്ണയിൽ നിന്ന് മാത്രം പണം വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ വ്യവസായങ്ങളും വേണ്ടെന്ന് വയ്ക്കും. കൃഷി നശിക്കും. രാജ്യത്തിന് എന്ത് വേണോ അത് എണ്ണ വിറ്റ് കിട്ടുന്ന പൈസയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങും. അതിനെ ഡച്ച് ഡിസീസ് എന്ന് വിളിക്കാറുണ്ട്.
1999 ഹ്യൂഗോ ഷാവേസ് അധികാരത്തിൽ വന്ന സമയത്ത് അദ്ദേഹം ഈ എണ്ണപ്പണം പാവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റി. കാരണം അതിനു മുൻപ് വരെ ഒരുപാട് പണം ഉണ്ടായിരുന്നെങ്കിലും പണം കുന്നുകൂടിയപ്പോൾ വെനസ്വേലയിലെ അഴിമതി വളരെ വലിയൊരു ശാപമായി മാറി. $1 ബില്യൺ ഈ എണ്ണ വിറ്റ് കിട്ടുന്ന പണമാണ് അഴിമതിയിലൂടെ അവിടുത്തെ ഉദ്യോഗസ്ഥർ കൈവശപ്പെടുത്തിയത്. അങ്ങനെയാണ് ജനങ്ങൾ ഇലക്ഷനിലൂടെ ഹ്യൂഗോ ഷാവേസിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഹ്യൂഗോ ഷാവേസ് അധികാരത്തിൽ വന്ന് സോഷ്യലിസത്തിലൂടെ അമേരിക്കയ്ക്ക് എതിരായിട്ടൊക്കെ മാറിയിട്ട് ജനങ്ങൾക്കെല്ലാം വീതിച്ചു കൊടുക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരു വലിയ തെറ്റ് ചെയ്തു. വെനസ്വേലൻ എണ്ണ എന്ന് പറയുന്നത് എക്സ്ട്രാ ഹെവി ക്രൂഡ് ഓയിലാണ്. അത് ഈ പറയുന്ന റഷ്യയിൽ നിന്നോ സൗദിയിൽ നിന്നോ അല്ലെങ്കിൽ അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് കിട്ടുന്ന ഒരു പെട്രോളിയം പോലെ എടുത്തിട്ട് നമുക്ക് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അത്യാവശ്യം കട്ടി കൂടിയ പൈപ്പിലൂടെ നിന്ന് ഒഴുകാത്ത ഒരു ടൈപ്പ് എണ്ണയാണ് വെനസ്വേലയിൽ നിന്ന് കിട്ടുന്ന എണ്ണ, അതായത് പെട്രോളിയം. അപ്പോൾ അതിൽ നിന്ന് ഈ പറയുന്ന പെട്രോളും ഡീസലും ഒക്കെ വേർതിരിക്കണമെങ്കിൽ അതിൽ നാഫ്തലും ചേർക്കണം. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മറ്റു മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് പല കെമിക്കൽ പ്രോസസ്സുകളും ഒക്കെ ചെയ്യണം. സോ വെനസ്വേലയിൽ എണ്ണ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അമേരിക്കൻ കമ്പനികൾ അവിടെ വന്ന് കമ്പനി സ്ഥാപിച്ചിട്ട് ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ വെനസ്വേല എണ്ണ കൊടുക്കുന്നു. അമേരിക്കക്കാരതെടുത്ത് അമേരിക്കയിലുള്ള റിഫൈനറി കൊണ്ടുപോയി ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ട് വിൽക്കുന്നു. ആ ഒരു രീതിയിലാണ് വെനസ്വേലയ്ക്കും പണം കിട്ടിയിരുന്നു. അതിൽ നിന്ന് അമേരിക്ക വൻതോതിൽ ലാഭം എടുത്തിരുന്നു. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് എടുക്കാനും ശുദ്ധീകരിക്കാനും അമേരിക്കൻ ടെക്നോളജിയും പരിചയസമ്പത്തും ആവശ്യമുള്ള ഒരു സംഭവമായി വെനസ്വേലയുടെ ക്രൂഡ് ഓയിൽ മാറിയപ്പോൾ ഹ്യൂഗോ ഷാവേസ് എതിരായത് വേറൊരു തിരിച്ചടിക്ക് കാരണമായി. PDVSA എന്ന് പറയുന്ന ഒരു സർക്കാർ എണ്ണ കമ്പനിയാണ് സാധാരണ വെനസ്വേലയിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സമരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് 18,000-ഓളം വരുന്ന വിദഗ്ധരായ എഞ്ചിനീയർമാരെയും ടെക്നീഷ്യന്മാരെയും ഹ്യൂഗോ ഷാവേസ് ഒറ്റയടിക്ക് കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പകരം വലിയ കഴിവില്ലാത്ത പാർട്ടിയിലുള്ളവരെന്ന് അറിയപ്പെടുന്നവരെ കുത്തി നിറച്ചു എന്നാണ് പറയുന്നത്. അതോടെ എണ്ണ ഉൽപ്പാദനം കുറയാൻ തുടങ്ങി. കാരണം അറിയില്ല, പുതിയ ആളുകൾക്ക് അറിയില്ല ടെക്നിക്കൽ നോളജ്. ഇതിൽ നിന്ന് എങ്ങനെ എണ്ണ എടുക്കണം, അതിനെങ്ങനെ മാറ്റണം, മെഷീനുകളെ എങ്ങനെ കൃത്യമായിട്ട് സംരക്ഷിക്കണം. സോ അതോടുകൂടി മെഷീനുകളെല്ലാം കംപ്ലൈൻ്റ് ആവാൻ തുടങ്ങി. അങ്ങനെ എണ്ണ ഉൽപ്പാദനം മൊത്തത്തിൽ ഡൗൺ ആയി. അങ്ങനെ ഹ്യൂഗോ ഷാവേസ് മരിച്ചു. 2014 നിക്കോളോ മഡൂറോ അധികാരത്തിലെത്തിയ സമയത്താണ് ലോക വിപണിയിൽ എണ്ണവില ഇടിയുന്നത്. അന്ന് ഒരു ബാരലിന് $100 ഉണ്ടായിരുന്നതിൽ നിന്നും $30 താന്നു. അതോടെ വെനസ്വേല തകർന്നുപോയി. ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടായി. 2018 ആയപ്പോഴേക്കും പണപ്പെരുപ്പം 130,000% മാറി. അങ്ങനെ സർക്കാർ കൂടുതൽ നോട്ടടിക്കാൻ തുടങ്ങി. നോട്ട് കെട്ടുകൾ കൊണ്ട് കുട്ടികൾ കളിക്കുന്ന അവസ്ഥ, പാത്രം ഉണ്ടാക്കുന്ന അവസ്ഥ, പണമില്ലാത്തത് കൊണ്ട് ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ പറ്റാത്ത അവസ്ഥ, 1 കിലോ അരി വാങ്ങിക്കാൻ ചാക്കിൽ പണം കൊണ്ടുപോകേണ്ട അവസ്ഥ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. കാരണം അവിടെ കൃഷിയില്ല, വ്യവസായമില്ല, എണ്ണയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു. 80 ലക്ഷത്തോളം ആളുകൾ, അതായത് ജനസംഖ്യയുടെ വളരെ വലിയൊരു ഭാഗമാണ് അവിടെ ജീവിക്കാൻ പറ്റാതെ അഭയാർത്ഥികളായി രാജ്യം വിട്ടത്. രാജ്യം പാപ്പരായപ്പോൾ ഭരണകൂടം പിടിച്ചു നിൽക്കാൻ കണ്ടെത്തിയ മാർഗമായിരുന്നു ഭയാനകരം. അതാണ് അമേരിക്കൻ ഓപ്പറേഷൻ്റെ പ്രധാന ന്യായീകരണമായി മാറുന്നത്, നാർക്കോ സ്റ്റേറ്റ്. സാധാരണ രാജ്യങ്ങളിൽ മാഫിയകൾ ഗവൺമെൻറ്റിനെ പേടിച്ച് ഒളിച്ചാണ് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഒരു നീക്കുപോക്കിലൊക്കെ പോകും. വെനസ്വേലയിൽ സംഭവിച്ചത് മറിച്ചാണ്. ഗവൺമെൻറ്റും മിലിറ്ററിയും തന്നെ മാഫിയായിട്ട് മാറാൻ തുടങ്ങി. ഇതിനെയാണ് കാർട്ടർ ഡി ലോസ് സോൾസ് അഥവാ സൺസ് കാർട്ടൽ എന്ന് വിളിക്കുന്നത്. വെനസ്വേലൻ ജനറൽമാരുടെ യൂണിഫോമിലെ സൂര്യൻ്റെ ചിഹ്നത്തിൽ നിന്നാണ് ഈ പേര് വരുന്നത്. ഇതൊരു സംഘടിത ബിസിനസ് മോഡലാണ്. അയൽ രാജ്യമായ കൊളംബിയയിൽ നിന്ന് ടൺ കണക്കിന് കൊക്കൈൻ വെനസ്വേലൻ അതിർത്തിയിലേക്ക് വരും. വെനസ്വേലൻ എയർപോർട്ടുകളിലെ ഹാങ്ങറുകളിൽ വെച്ച് ഇത് പാക്ക് ചെയ്ത് സർക്കാർ വിമാനങ്ങളിലും കപ്പലുകളിലും ഇത് മെക്സിക്കോയിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പോകുന്നു എന്നാണ് ആരോപണം. മഡൂറോയുടെ സർക്കാരിലെ ഉന്നതർക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ടെന്ന് അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് കുറ്റപത്രം സമർപ്പിച്ച് പറയുന്നുണ്ട്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്നപ്പോൾ ലോയൽറ്റി നിലനിർത്താൻ ജനറൽമാർക്ക് മഡൂറോ നൽകിയ ഒരു പ്രൈസ്, ഒരു സമ്മാനമായിരുന്നു ഈ കള്ളക്കടത്തിനുള്ള അനുമതി എന്നാണ് പറയുന്നത്. അങ്ങനെ വെനസ്വേല ഒരു പരമാധികാര രാഷ്ട്രം എന്നതിലുപരി ഐക്യരാഷ്ട്രസഭയിൽ സീറ്റുള്ള ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ആണ് എന്ന് അമേരിക്ക ആരോപിക്കുന്നു. പക്ഷേ അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് മയക്കുമരുന്നല്ല, അത് വെനസ്വേലയുടെ പുതിയ കൂട്ടുകെട്ടുകളാണ്. അമേരിക്ക വൻതോതിലുള്ള ഉപരോധങ്ങളാണ് വെനസ്വേലയ്ക്ക് ഏർപ്പെടുത്തിയത്. ഒന്നാമത് മയക്കുമരുന്ന്, അതിനേക്കാളേറെ ലെഫ്റ്റിസ്റ്റ് ചായ ഉള്ളതുകൊണ്ട് വന്ന സംഗതികളാണ് ഈ ഉപരോധങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് വെനസ്വേല എണ്ണ ഉൽപ്പാദിപ്പിച്ചാലും അത് മറ്റു രാജ്യങ്ങളെ വാങ്ങാൻ അമേരിക്ക അനുവദിക്കില്ലായിരുന്നു. പക്ഷേ ഈ സമയത്ത് മഡൂറോ സഹായം ചോദിച്ചത് റഷ്യയോടും ചൈനയോടും ഇറാനോടുമാണ്. അമേരിക്കയുടെ തൊട്ടടുത്ത് അവരുടെ ബാക്ക്യാർഡായിട്ട് വരുന്ന പ്രദേശത്ത് റഷ്യ ആയുധങ്ങൾ എത്തിച്ചു. ന്യൂക്ലിയർ ബോംബറുകൾ വെനസ്വേലയിൽ ലാൻഡ് ചെയ്തു. ഇറാൻ അവർക്ക് പ്രത്യേക തരത്തിൽ വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യ, ഡ്രോൺ സാങ്കേതികവിദ്യയാണ് കൊടുത്തത്. ഈ പറയുന്ന സമോറ V1 എന്ന പേരിൽ വെനസ്വേല ഉണ്ടാക്കുന്ന ഡ്രോണുകൾക്ക് യുക്രൈനിൽ റഷ്യ ഉപയോഗിക്കുന്ന ഷാഹിദ് ഡ്രോണുകളുടെ ഒരു കോപ്പിയാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതൊരു വലിയ ഭീഷണിയായിട്ടാണ് അമേരിക്ക കണ്ടത്.
നാളെ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ഫ്ലോറിഡയിലോ പനാമ കനാലിലോ ആക്രമണം നടത്തി എന്ത് ചെയ്യും? കൂടാതെ 2023 അയൽ രാജ്യമായിട്ടുള്ള ഗയാനയുടെ എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കാനും മഡൂറോ ശ്രമിച്ചിട്ടുണ്ട്. എക്സോൺ മൊബിൽ പോലെയുള്ള അമേരിക്കൻ കമ്പനികളാണ് സത്യത്തിൽ അവിടെ എണ്ണ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത്തരം സംഭവങ്ങൾ അമേരിക്കയുടെ സഹനശക്തിയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഇപ്പോഴുള്ളൊരു സംഘർഷം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മൺട്രോ ഡോക്ട്രിൻ എന്ന് പറയുന്ന ഒരു ആശയത്തെ കൃത്യമായി കീറി മുറിക്കണം. ഒരു 100-200 വർഷങ്ങൾക്ക് പിന്നിലോട്ട് സഞ്ചരിച്ചാലേ അത് അറിയാൻ പറ്റൂ. 1823 ഡിസംബറിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ജെയിംസ് മൺട്രോ കോൺഗ്രസിൽ നടത്തിയ ഒരു പ്രസംഗമാണ് പിന്നീട് ലോക ചരിത്രത്തെ തന്നെ മാറ്റുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഇതാണ്: അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ, അത് വടക്കൻ അമേരിക്കനായാലും തെക്കൻ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളായാലും യൂറോപ്യൻ ശക്തികളുടെ കോളനികളല്ല. സോ ഇങ്ങോട്ട് കളിക്കാൻ ആരും വരണ്ട, ഇത് ഞങ്ങളുടെ ഏരിയയാണ്. കേൾക്കുമ്പോൾ ഇത് കോളനി വാഴ്ചയ്ക്കെതിരെയുള്ള ഒരു ശക്തമായ നിലപാടായിട്ട് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ യൂറോപ്പുകാരങ്ങോട്ട് മാറി നില്ല്, ഈ ഒരു അധികാരം ഞങ്ങൾ എടുത്തോളാം എന്ന് പറയുന്ന ഒരു ഗൂഢ ലക്ഷ്യം അതിൽ കാണാൻ പറ്റും. ലാറ്റിൻ അമേരിക്കയെ അമേരിക്ക തങ്ങളുടെ ഒരു വീട്ടുമുറ്റമായിട്ടാണ് കാണുന്നത്. ഈ സിദ്ധാന്തം പലവട്ടം പിന്നീട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. ഇതിൽ ഏറ്റവും പ്രധാനം 1904 തിയഡോർ റൂസ്വെൽറ്റ് കൊണ്ടുവന്ന റൂസ്വെൽറ്റ് കൊറോളറിയാണ്. അതായത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ മോശമായി പെരുമാറുകയോ മിസ്ബിഹേവ് ചെയ്യുകയോ അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ ആവുകയോ ചെയ്താൽ അവിടെ പോലീസിനെ പോലെ ഇടപെടാൻ അമേരിക്കയ്ക്ക് അവകാശമുണ്ടെന്ന് അമേരിക്ക സ്വന്തമായിട്ട് പ്രഖ്യാപിച്ചു. ഇതിൻ്റെ ഇരകൾ നിരവധിയാണ്. 1954 ഗ്വാട്ടിമാലയിൽ വന്ന ജനാധിപത്യ സർക്കാർ ചില ഭൂപരിഷ്കരണ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ പഴം കൃഷി ചെയ്യുന്ന US കമ്പനികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ ജനാധിപത്യ സർക്കാരിനെ അമേരിക്ക അട്ടിമറിച്ചു. 1973 ചിലിയിൽ സോഷ്യലിസ്റ്റ് നേതാവായിട്ടുള്ള സാൽവഡോർ അലൻഡയെ പുറത്താക്കാൻ CIA പട്ടാള അട്ടിമറിക്ക് കൂട്ടുനിന്നു. 1989 മയക്കുമരുന്ന് കടത്തിന് കൂട്ടുനിന്ന മാനുവൽ നൊറിങ്ക എന്ന ഡിക്റ്റേറ്ററിനെ പിടിക്കാൻ അമേരിക്ക പനാമ സിറ്റിയിൽ പട്ടാളത്തെ ഇറക്കിയിരുന്നു. അതിനുശേഷം 2020 കൂലിപ്പട്ടാളത്തെ ഉപയോഗിച്ച് നിക്കോളോ മഡൂറോയെ പുറത്തിറക്കാൻ അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് പുറത്തിറക്കാൻ അമേരിക്ക ശ്രമിച്ചെങ്കിലും അത് പാളിപ്പോയി. എന്നാൽ 2026 വെനസ്വേലയിൽ സംഭവിച്ചത് ഇതിൻ്റെ ഏറ്റവും പുതിയ ഡിജിറ്റൽ പതിപ്പാണ്. അതായത് അയൽവക്കത്ത് ശത്രുക്കൾ താവളമടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന അതേ പഴയ വാശി. യുക്രൈനെ റഷ്യ ആക്രമിച്ചു എന്ന് പറയുന്നതും ഇതുപോലെ റഷ്യയുടെ തൊട്ടടുത്ത് നാറ്റോ രാജ്യങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത് റഷ്യയ്ക്ക് ഭീഷണിയാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നുള്ളത് ഓർമ്മിക്കുമ്പോൾ ആ പഴയ കാലത്തെ ആ ഒരു സൈനിക ബലാബലങ്ങൾ നിലനിർത്താനും അതിർത്തികൾ സംരക്ഷിക്കുന്നു എന്നുള്ള പേരിൽ സ്വന്തം ശക്തി കാട്ടാനുമുള്ള രാജ്യങ്ങളുടെ തത്രപ്പാടാണ് ഇത്തരം സംഭവങ്ങളെന്നറിയാം. എന്തായാലും ജനുവരി 3 രാത്രിയിലേക്ക് വരാം. മഡൂറോയെ പിടികൂടി ഫ്ലോറിഡയിലേക്ക് കൊണ്ടുപോയപ്പോൾ ലോകം മുഴുവൻ ഞെട്ടിയിട്ടുണ്ട്. റഷ്യയും ചൈനയും ഇതിനെ കൊള്ള എന്നാണ് വിളിച്ചത്. പക്ഷേ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ബ്രസീലും മെക്സിക്കോയും ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിലും അവരിതിനെ അപലപിക്കുന്നുണ്ട്. മാത്രമല്ല ഇനി തങ്ങളുടെ കണ്ണ് അങ്ങോട്ടേക്കാണ് എന്നുള്ള രീതിയിൽ ട്രംപ് പല പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പുതിയ സിദ്ധാന്തം ജനിക്കുകയാണ്. നിരീക്ഷകർ ഇതിനെ ഡോൺട്രോ ഡോക്ട്രിൻ എന്ന് വിളിക്കുന്നു. പണ്ട് 1823 മൺട്രോ ഡോക്ട്രിൻ പറഞ്ഞത് യൂറോപ്യൻ ശക്തികൾ ഇങ്ങോട്ട് വരരുത് എന്നാണെങ്കിൽ പുതിയ ഡോക്ട്രിൻ പറയുന്നത് ഇതാണ്: നിങ്ങളൊരു ക്രിമിനൽ സംഘത്തെ പോലെ പെരുമാറിയാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള റഷ്യയ്ക്കും ചൈനയ്ക്കും ഇറാനും താവളം കൊടുത്താൽ നിങ്ങളുടെ പരമാധികാരം അഥവാ സൊവേർണിറ്റി റദ്ദാക്കപ്പെടും. അമേരിക്കൻ സൈബർ വാർഫെയർ ടീമുകൾ വെനസ്വേലൻ റഡാറുകൾ ജാം ചെയ്തതും സ്പെഷ്യൽ ഫോഴ്സ് മഡൂറോയെ ബങ്കറിൽ നിന്ന് പൊക്കിയതും കാണിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ വിജയമാണ്. പക്ഷേ ഇതൊരു അപകടകരമായിട്ടുള്ള കീഴ്വഴക്കമാണ്. ഇന്ന് വെനസ്വേലയാണെങ്കിൽ നാളെ ആരാണ് എന്ന ചോദ്യം. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഡിക്റ്റേറ്റർമാരെ മാറ്റാൻ എളുപ്പമാണ്, പക്ഷേ ജനാധിപത്യം പടുത്തുയർത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ഇറാഖിലും ലിബിയയിലും ഒക്കെ തന്നെ അമേരിക്കൻ അധിനിവേശം എന്താണ് ചെയ്തതെന്നും അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയും നമുക്ക് കാണാൻ പറ്റും. മഡൂറോ പോയ വിടവിലേക്ക് പ്രാദേശിക ഗുണ്ടാ സംഘങ്ങളും ആയുധധാരികളായ മിലീഷ്യകളും വന്നാൽ വെനസ്വേല ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴുതി വീഴാം. കൂടാതെ ഈ ഡോൺട്രോ ഡോക്ട്രിൻ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താ? കരുത്തുള്ളവന് എന്തുമാകാമെന്നാണോ? പരമാധികാരം എന്നത് ഉപാധികളോട് കൂടി മാത്രം ലഭിക്കുന്ന ഒന്നാണോ? കരാക്കസിലെ ആ രാത്രി ഒരു ഭരണകൂടത്തിൻ്റെ മാത്രം അന്ത്യമല്ല, അത് അന്താരാഷ്ട്ര നിയമങ്ങളിൽ മാറ്റം കുറിച്ച അമേരിക്കൻ ഹെജിമണിയുടെ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചൊരു രാത്രി കൂടിയാണ്. ഇലക്ഷൻ നടത്തി അതിൽ മഡൂറോ ജയിച്ചോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നം 2023 ഉണ്ടായിരുന്നു. താൻ ജയിച്ചു എന്ന് സ്വയം പറഞ്ഞെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾക്കാണ് ജനാധിപത്യപരമായ ഇലക്ഷനിൽ ഭൂരിപക്ഷം കിട്ടിയത് എന്നൊരു വസ്തുത അവിടെ നിൽക്കുമ്പോഴും വെനസ്വേലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും അന്നും ഇന്നും നാളെയും റൊട്ടിക്ക് വേണ്ടി തന്നെ ക്യൂ നിൽക്കും. ആഹാരം കിട്ടാതെ മരുന്ന് കിട്ടാതെ മരിക്കുന്ന ആ പാവങ്ങൾക്ക് ഇതൊരു പുലരിയാണോ അതോ കറുത്ത അധ്യായത്തിൻ്റെ തുടക്കമാണോ എന്ന് കാത്തിരുന്ന് കാണാം. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങളുമായിട്ട് പിന്നെ കാണാം. ഇതൊരു കേസ് സ്റ്റഡി തന്നെയാണ്. ഇതൊരു ജിയോ പൊളിറ്റിക്കൽ കേസ് സ്റ്റഡിയാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഓയിൽ എക്കോണമി, പവർ, മണി
ആൻഡ് പലതരത്തിലുള്ള ഇൻട്രസ്റ്റുകളാണ്. എന്തായാലും ഇത്തരം കണ്ടൻറ്റുകൾ നമ്മൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താം. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.